ഈ ചപ്പൽ നിങ്ങളുടെ അല്ലേ? അല്ല, ഞങ്ങൾ ഇത്തരം ചപ്പൽസ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ചെരുപ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലേ? ഓർത്തു നോക്കൂ, ഇതുമാതിരി ചപ്പൽ ആരുടെ കാലിലാ കണ്ടിട്ടുള്ളത്? ഇപ്പറഞ്ഞ ദിവസം 6-നും 9-നും ഇടയ്ക്ക് നിങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടിയ ആരുടെയെങ്കിലും കാലിൽ ഈ ചപ്പൽ കണ്ടിരുന്നോ? കണ്ടിട്ടില്ലേ? കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സന്യാസിയാണ് നിങ്ങൾ. ഈ ചപ്പൽ ആരുടെ കാലിലാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. എങ്കിലത് ആരുടെ കാലിലായിരുന്നു? ക്ഷമിക്കണം, ഞാനത് പറയില്ല. നിങ്ങളെപ്പോലെ ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഇതുമാതിരി ഒരു കേസിലേക്ക് വലിച്ചുകൊണ്ട് പോകണം എന്നെനിക്ക് തീരെ താല്പര്യമില്ല. സത്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണേ എന്നുപോലും എനിക്ക് പ്രാർത്ഥനയുണ്ട്. കൊല നടന്ന മുറിയിൽ നിന്നും സറൗണ്ടിങ്സിൽ നിന്നും കിട്ടിയതാണ് ഈ ചപ്പലും പിന്നെ ഒരു കർച്ചീഫും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ്, എന്നെ ഇത് കാണിക്കണമെന്നില്ല. ഇത് രണ്ടും ആരുടേതാണോ ആ ആളാണ് കൊലയാളി എന്നുള്ള വ്യക്തമാണ്. അത് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞിട്ട് നിങ്ങൾ അത് ഒളിക്കുന്നു. ഡിസിസീവായ അന്നത്തെ ആ 3 മണിക്കൂർ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും കറക്റ്റായിട്ടൊരു മറുപടി പറയുന്നില്ല. കേസ് അന്വേഷിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ആ മറുപടി കിട്ടിയേ പറ്റൂ. അത് ഞാൻ സിസ്റ്ററിനെ കൊണ്ട് പറയിക്കും. നിങ്ങൾക്ക് എന്നെ കൊണ്ടത് പറയിക്കാൻ സാധ്യമല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് സിസ്റ്റർ പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്രക്കാരെ പറ്റി, ആ സിസ്റ്റർക്കും ഈ ആശ്രമത്തിനും മൊത്തമായിട്ടും ഒക്കെ വല്ലാത്ത ചീത്തപ്പേരുണ്ടാക്കും. അതിനെക്കുറിച്ച് താങ്കൾ ബോധറിയണമെന്നില്ല. എങ്കിൽ ഈ മൊമെന്റ് മുതൽ സിസ്റ്റർ അറസ്റ്റിലാണ്. യു ആർ ഇൻ അവർ കസ്റ്റഡി.